രാജുവിനെ ഞാൻ ആദ്യം കാണുന്നത്, നേരിട്ട് കാണുന്നത് ഞാനും സേതുവും കൂടി ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന റോബിൻഹുഡ് എന്ന് പറഞ്ഞ ഡയറക്ടേഴ്സ് ആയിട്ടാണ് ആദ്യം കാണുന്നത്. അപ്പൊ അന്ന് രാജുവിനോട് കഥ പറഞ്ഞു, രാജുവിന്റെ കഥ ഇഷ്ടപ്പെട്ടു. അതെ, അതായിരുന്നു അന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് അത് നടന്നില്ല. ചെയ്യാന്ന് പറഞ്ഞ. പക്ഷെ അന്നത്തെ മുൻപിലുള്ള രാജുവിന്റെ കുറെ സിനിമകളുടെ തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോവുകയും അതിനു മുമ്പ് ആരുടെയും കൂടെ നമ്മൾ അസോസിയേറ്റ് ആവുകയും അസിസ്റ്റന്റ് ആവുകയും നിൽക്കാതിരിക്കുകയും ചെയ്തപ്പോൾ കുറച്ച് ധാർഷ്ട്യം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അമ്മാവോട്ടെ നമ്മൾ വേറെ ആളെ വെച്ച് ചെയ്യും എന്നുള്ളൊരു തോന്നലിലാണ് നമ്മൾ വേറെ ആളെ വെച്ച് പ്ലാൻ ചെയ്യുന്നു. അതിന്റെ പേരിൽ പൂജ നടക്കുന്നു. അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരുമിച്ച് കാണുന്നത് ചോക്ലേറ്റ് സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി ഷാഫിയുടെ ഒപ്പം വരുമ്പോഴാണ്. അപ്പോൾ ഷാഫിയോട് പറഞ്ഞത് എനിക്കിത് അറിയാമോ ഇവരെ, കാരണം നേരത്തെ കണ്ടിട്ടുള്ളതാണ്, ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റോബിൻഹുഡ് എന്ന് പറഞ്ഞ പടം ജോർജ് സാറ് ഡയറക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്നുള്ള മട്ടിൽ കണ്ടു. അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് മാനിൽ പൃഥ്വിരാജായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ നാളുകൾ നമ്മൾ ഒരുമിച്ച് പടം ചെയ്തിട്ടില്ല. കുറെ നാൾ പറഞ്ഞാൽ അത്ര കാലമൊന്നുമല്ല, കുറച്ചു കാലം. അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള പ്രോജക്റ്റുകൾ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സംവിധാനം ചെയ്തു, അതായത് ഞാൻ സേതുവായി പിരിഞ്ഞതിന് ശേഷം സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു സംഭവം എന്നും പറഞ്ഞുണ്ട് ആണ് അനാർക്കലിയുടെ ഫുൾ സ്ക്രിപ്റ്റ് ആണ് ഞാൻ, അല്ലെങ്കിൽ ഒരു കഥാതന്തു അല്ലെങ്കിൽ കഥയുടെ ഒരു റൂട്ടൊന്നും പറയാനല്ല ഒന്ന്, ഫുൾ സ്ക്രിപ്റ്റുമായിട്ടാണ് ഒന്ന്. അത് വായിച്ചു കേട്ടപ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ചെയ്യേണ്ട പടം, കഥ പറച്ചിലിനപ്പുറത്ത് മേക്കിങ്ങിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്ന് തോന്നേണ്ട ഒരു പടം വായിച്ചത്. അപ്പൊ എന്താ തോന്നിയത്, ഇവനെ കൊണ്ടത് പറ്റുമോ എന്നാണ് ആദ്യം തോന്നിയത്. അല്ല, ഞാൻ നിങ്ങൾ പണ്ട് റോബിൻഹുഡ് കഥ പറയാൻ വന്നപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി യെസ് പറഞ്ഞല്ലോ. അപ്പൊ അന്ന് ആക്ച്വലി എനിക്ക് ഇൻഡസ്ട്രിയിൽ ഇവര് എങ്ങനെ ഉണ്ടെന്ന് വിളിച്ചു നോക്കിയ റെഫറൻസ് പോലും ഇല്ല. കാരണം അന്ന് സച്ചി സേതുവിന് ഇൻഡസ്ട്രിയിൽ തന്നെ അറിയില്ല. പക്ഷെ അന്ന് ഞാൻ ഓക്കെ പറഞ്ഞ, എനിക്ക് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു സംവിധായകന് വേണ്ടത് എന്റെ കഥ ഇതാണെന്നും ഈ കഥ ഇന്ന രീതിയിലാണ് ഞാൻ പറയേണ്ടതെന്നുള്ളതിൽ ഒരു ക്ലാരിറ്റിയാണ് അല്ലേ. അത് പലരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ ആവശ്യമാണെന്ന് വിചാരിക്കും. അതല്ല, അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് അത് ഡയറക്ടറിനാണ് വേണ്ടത്. ഓക്കെ, കഥ ഇതാണ്, ഇത് പറയേണ്ട രീതി ഇതാണ്. അപ്പൊ അത് റോബിൻഹുഡിന്റെ നറേഷൻ കേട്ടപ്പോൾ എനിക്ക് അത് തോന്നി. കാരണം ഇവർക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ കഥ ഇങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത്. അന്ന് റോബിൻഹുഡിന്റെ കഥ കുറേ മാറ്റമുണ്ട്, ഇതല്ല. അപ്പോൾ ഈ കഥ ഇങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളൊരു ഭയങ്കര ക്ലാരിറ്റി ഇവർക്കുണ്ടല്ലോ എന്ന് അന്ന് എനിക്ക് തോന്നി. നിങ്ങൾ ഇതിന്റെ സ്ക്രിപ്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞത് ഈ സിനിമ നാളെ നന്നാവാം മോശമാകാം, ഒരുപാട് സിനിമയാണ്, അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് വരും. പക്ഷെ എൻ്റെ അഭിപ്രായം, ഈ അഭിപ്രായത്തിനോട് എല്ലാവരും യോജിച്ചോളണമെന്നില്ല. എൻ്റെ അഭിപ്രായം നിങ്ങൾ എഴുതിയ ഏറ്റവും നല്ല തിരക്കഥ ഇതാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോഴും നിങ്ങളുടെ ബെസ്റ്റ് സ്ക്രിപ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള അനാർക്കലിയാണ്. നിങ്ങൾ റോബിൻഹുഡ് പറഞ്ഞപ്പോൾ പോലെ തന്നെ അനാർക്കലി ഇപ്പോൾ പ്രേക്ഷകർക്ക് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി ഓഡിയൻസ്, ഈ സ്ക്രിപ്റ്റിൽ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് സാധാരണ റൈറ്റ് സൈഡിൽ ഡയലോഗുകൾ, ലെഫ്റ്റ് സൈഡിൽ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ സാധാരണ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് മറ്റ് ഡയറക്ടേഴ്സിന് എഴുതി കൊടുക്കുമ്പോഴാണ് ഈ ലെഫ്റ്റ് ഭയങ്കരമായിട്ട് വിവരിക്കുക. കാരണം ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് ഡയറക്ടറിന് മനസ്സിലാവാൻ വേണ്ടി ലെഫ്റ്റ് ഭയങ്കര ഡീറ്റെയിൽ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ മറ്റ് ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന സ്ക്രിപ്റ്റുകളിൽ ലെഫ്റ്റ് അത്ര ഡീറ്റെയിൽ ചെയ്യാറില്ല. കാരണം നിങ്ങൾ ലൊക്കേഷൻ ഉണ്ടാവാറുണ്ട്, നിങ്ങൾ സാർ ഇങ്ങനെയാണെന്നൊക്കെ ജോഷി സാറിനോട് പറയുക. അനാർക്കലി സ്വന്തമായിട്ട് ഡയറക്ടർ സ്ക്രിപ്റ്റിൽ ലെഫ്റ്റ് ഭയങ്കര ഡീറ്റെയിൽ. അപ്പൊ ഞാനത് വായിക്കുമ്പോൾ ഷോർട്ട് വരെ ഉണ്ടതില്ല, എനിക്കറിയാം ഷോർട്ട് വരെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ എഴുതിയിരിക്കുന്ന സാധനം നമുക്ക് ഇതിന്റെ 80% എടുക്കാൻ പറ്റിയാൽ ഈ സിനിമ ഓക്കെ ആണെന്ന് എനിക്ക് അന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എനിക്ക് തോന്നുന്നൊരു ഓൾമോസ്റ്റ് ഒരു 100% നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നിടത്താണ് ആസ് എ ഡയറക്ടർ നിങ്ങൾ വിജയിച്ചിരിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാ സിനിമയ്ക്കും അത് സംഭവിക്കട്ടെ. എനിക്ക് പക്ഷെ ചോദിക്കാനുള്ള വേറൊരു കാര്യമാണ്. കാരണം എന്നോട് ഫോണിൽ കൂടെ ആദ്യം ഇങ്ങനൊരു വിഷയമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നേവി ബേസ്ഡ് സിനിമയാണ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ വിചാരിക്കുന്നത് ഓക്കെ, നേവി പെർമിഷൻ കുഴപ്പമാണല്ലോ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. കാരണം മേജർ രവി ആയിട്ടും ഞാനും കൂടെ പണ്ട് ഒരു നേവി ബേസ്ഡ് സിനിമ പ്ലാൻ ചെയ്തിട്ട് നേവൽ പെർമിഷൻസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രശ്നങ്ങളാണല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഇനി ലക്ഷദ്വീപിൽ നിന്ന് പ്രചോദനം കൊണ്ട കഥയാണോ എന്ന്. അതിലിപ്പോഴും ഒരു വ്യക്തതയില്ല. എന്താണ് ആക്ച്വലി ഇൻസ്പിറേഷൻ? നേവൽ ഇൻസിഡന്റ് ആണോ അതോ ലക്ഷദ്വീപാണോ? അല്ല, അതിലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഥ ഉണ്ടാവുന്നത് തന്നെ ലക്ഷദ്വീപിൽ നിന്നാണ്. ഓ, അത് ശരി. അതായത് ഞാൻ ചോക്ലേറ്റ് റിലീസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒപ്പം ഞാൻ കൽപ്പേനി എന്ന് പറയുന്ന ഐലൻഡിൽ പോകും.
അപ്പോൾ അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ലക്ഷദ്വീപ് കാണുന്നത്. അപ്പോൾ കൽപ്പീന ഐലൻഡാണ് ഞാൻ ലക്ഷദ്വീപ് ഐലൻഡ്സിൽ കാണുന്നത്. പിന്നീട് ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ഐലൻഡ്സും കണ്ടു. അപ്പോൾ അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 5 ദിവസത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് പോകും. പ്രോഗ്രാം അല്ല, എൻ്റെ ഫ്രണ്ട് അവിടെ നാഷണൽ സാമ്പിൾ സർവേയിൽ ഉദ്യോഗസ്ഥനായിരുന്നു, ബാലഗോപാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. ഒരു കമ്പാനിയിൽ നിന്നുള്ള നിലയ്ക്ക് എനിക്ക് പെർമിറ്റ് അടിച്ചത്. അങ്ങനെ അവിടെ ചെന്ന് 5 ദിവസത്തെ പ്രോഗ്രാമിന് പോയി. 5-ാം ദിവസം പോരണം എന്ന് വിചാരിക്കുന്ന ദിവസം ഷിപ്പില്ല. അത് 6-ആയി 7-ആയി 12-ാം ദിവസമോ മഴക്കാലമായിരുന്നോ? ചെറുതായിട്ട് CRF ആയിരുന്ന സമയമാണ്. അങ്ങനെ 12-ാം ദിവസമാണ് അവിടെ നിന്ന് പോരാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാ ദിവസവും ഈ 5-ാം ദിവസം കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ബാലു എൻ്റെ ഫ്രണ്ട് അവിടുത്തെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകും. ഇന്ന് വാക്യുവേഷൻ വല്ലതും ഉണ്ടോ, ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ കൊടുത്തിട്ട് പോരും. അപ്പോഴേ ഞാൻ ചോദിക്കും എന്താണ് ഈ വാക്യുവേഷൻ എന്ന് ചോദിക്കുമ്പോഴാണ് ബാലു പറയുന്നത് ഇതാണ് ഈ വാക്യുവേഷൻ. അതായത് ലക്ഷദ്വീപിലെ ഈ പരിമിതമായ മെഡിക്കൽ സൗകര്യങ്ങളുള്ളത് കൊണ്ട് ഇങ്ങനെ വന്നാൽ ഒരു രോഗിക്ക് അത്ര പ്രശ്നമായിട്ട് വന്നാൽ ഹെലികോപ്റ്ററിൽ സ്റ്റേറ്റിന്റെ ചെലവിൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ ചെലവിൽ കൊച്ചിയിൽ കൊണ്ടുവരും, ഹെലികോപ്റ്ററിൽ കൊണ്ടുവരും. ആ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് പോകാം. ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഇപ്പം ഞാൻ വേറൊരു പ്രണയകഥ, ഇതിന് സമാനമായിട്ടുള്ള വേറൊരു പ്രണയകഥ വേറൊരു പശ്ചാത്തലത്തിൽ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഇതൊരു ക്ലൈമാക്സിന് പറ്റിയ സംഭവം. കാരണം 218 നോട്ടിക്കൽ മൈൽ അകലെയുള്ളൊരു സ്ഥലം കൊച്ചി. അവിടേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്താലും പോകാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ പ്രണയം ഏറ്റവും ഇതായിട്ടുള്ള സമയത്ത് ഇങ്ങനെ സംഭവിക്കുന്നു, എനിക്ക് നാളെ അവിടെ ചെന്നാൽ എന്ന് പറയുന്നൊരു സംഭവം ഇങ്ങനെയാണ്. അപ്പൊ ഇത് എപ്പോഴും ലവ് സ്റ്റോറി ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ലവ് സ്റ്റോറി, ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ ഈ പ്രണയം ഒരുപാട് സിനിമകൾ പറയുന്നുണ്ട്. ഭൂമി ഉണ്ടായ കാലം തൊട്ട് പ്രണയമുണ്ട്, നോവലിലായാലും സിനിമയിലായാലും. എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ പ്രണയത്തിൽ അതിൽ കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് പ്രണയ കഥകളെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇതിനെ വ്യത്യസ്തമാക്കാം എന്നുള്ള ചിന്തയാണ്. അത് ഒരു ക്രാഫ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ചിന്തയാണ്. മറ്റതൊരു ക്രിയേറ്റീവായിട്ട് തോന്നുന്ന ഒരു സ്പാർക്കും അതിന്റെ കൂടെ വരുന്ന സംഭവം. അങ്ങനെയാണ് പിന്നീട് ഇതിന്റെ പുറകിലേക്കാണ് ശരിക്കും പറഞ്ഞ സിനിമ സഞ്ചരിച്ചത്. പിന്നീട് ഉണ്ടാവുന്നതാണ്.